Hello, dear friends and my dear students. We completed 7 or 6 tenses in grammar portion. So in the grammar portion, we completed simple present, present continuous, present perfect continuous. Then past tense, simple past, past continuous. These are the 6 tenses we completed in the previous classes. So today we are going to learn the next one in the line, that is past perfect. പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് ഫോമിന്റെ മൂന്നാമത്തെ, പാസ്റ്റ് ടെൻസിന്റെ മൂന്നാമത്തെയും ടോട്ടലി 7th വണ്ണുമായിട്ടുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. So the first question is, what is past perfect? നമ്മളെല്ലാം പറഞ്ഞു വന്നതിൽ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പലരും നമുക്കറിയാം ഫോർമുല മാത്രം പറഞ്ഞു തരും, എക്സാമ്പിളും പറഞ്ഞു തരും. വാട്ട് ഈസ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ചാൽ സിംപ്ലി നമുക്ക് പറയാം, ആൻ ആക്ഷൻ ഹാഡ് കംപ്ലീറ്റഡ് വെരി ഏർലി ഇൻ ദ പാസ്റ്റ്. ദാറ്റ് മീൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ഈസ് പാസ്റ്റ് ഓഫ് പാസ്റ്റ്, അതായത് വളരെ പണ്ടേ കഴിഞ്ഞു. ആൻ ആക്ഷൻ ഹാഡ് കംപ്ലീറ്റഡ് വെരി ഏർലി ഇൻ ദ പാസ്റ്റ്, വളരെ നേരത്തെ, വളരെ പണ്ടേ നടന്നു കഴിഞ്ഞൊരു സംഗതി പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ആൻ ആക്ഷൻ had completed very early in the past. So the formula of this tense is subject plus had plus V3 plus O, others, or object. others. അത് നമുക്ക് O എന്ന് പറയുമ്പോൾ O എന്ന് തന്നെ എഴുതാൻ പറഞ്ഞതിന്റെ കാര്യം ചിലപ്പോൾ അഡ്ജക്റ്റീവ് ആകാം, ഒബ്ജക്റ്റ് ആകാം, അല്ലെ? അതേഴ്സ് എന്നുള്ള അർത്ഥത്തിൽ O ഉപയോഗിക്കുക. സത്യത്തിൽ ഫോർമുല സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പഠിച്ചു വന്ന പ്രകാരം നമ്മൾ പറഞ്ഞു പ്രസന്റിന്റെ 4 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ പാസ്റ്റ് പഠിക്കാൻ എളുപ്പമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. സബ്ജക്ട് പ്ലസ് V1 പ്ലസ് എസ് ഓർ ES ഓർ ബേസ് ഓർ പ്ലസ് ഒബ്ജക്ട് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിനകത്ത് ചേഞ്ച് ഉള്ളത് അത് V2 ആകും. വേറെ ഒന്നുമില്ല, സബ്ജക്ട് പ്ലസ് V2 പ്ലസ് ഒബ്ജക്ട് ആയിരുന്നു സിമ്പിൾ പാസ്റ്റ്. പ്രസന്റ് കണ്ടിന്യൂസിനകത്ത് ആമീസ് ആറ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ എന്താകും? വാസ് ഓർ വേർ ആകും. അതേ ഉള്ളു ചേഞ്ച്, വേറെ ഒന്നും മാറ്റമില്ല, അത് തന്നെയാണ്. ഇനി അതേപോലെ തന്നെയാണ് പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റും. പ്രസന്റ് പെർഫെക്റ്റ് V3 തന്നെയാണ്, അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റും V3 ആണ്. പക്ഷെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഹാസ് ഓർ ഹാവ് എന്താകുകയാണ്? ഹാഡ് ആകുകയാണ്. അതേ ഉള്ളതാ. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് O ആയിരുന്നു പ്രസന്റ് പെർഫെക്റ്റ് എങ്കിൽ ഹാസും ഹാവും എന്താകുകയാണ്? ഇവിടെ ഹാഡ് ആകുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ നേരെ നോക്കിയിട്ട് വേണം ഇത് പഠിക്കാൻ. സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സബ്ജക്ട് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഹാഡ് തന്നെയാണ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു പ്രസന്റ് പെർഫെക്റ്റിൽ ഹാസ് കോൺകോഡ് വരും. അതുപോലെ തന്നെ സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. പക്ഷെ ഇവിടെയോ കോമൺലി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും, വി ക്യാൻ യൂസ് ഹാഡ്. ഹാഡ് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി, അതേ നമുക്ക് കഴിയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ തരാം, ഞാൻ പറയാൻ പോവുകയാണ്. So നോക്ക്, എക്സാമ്പിൾ ഹിയർ, എക്സാമ്പിൾ സെന്റൻസ് ഉണ്ട്. I had done my home lessons. That means what? ഞാൻ വളരെ മുന്നേ, അതായത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എന്റെ ഹോംവർക്ക്, എന്റെ ഹോം ലെസൺസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണോ? I had done, I subject had plus V3, do, did, done. Done is the V3 of do. My home lessons, oh. So formula correct ആണല്ലോ. I had done my home lessons. Okay. ഇനി ഒരു എക്സാമ്പിളും കൂടെ പറയാം. She had loved him. She had loved him. ആ സെന്റൻസ് നോക്ക്, സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ലവ്, loved, loved, V3. ക്ലിയർ ആണോ? സോ
അവൾ അവനെ ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. എപ്പോഴാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു? ഇപ്പോഴല്ല, വളരെ മുന്നേ. പാസ്റ്റ് ഓഫ് പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിനേക്കാളും മുന്നേ ഒരു സെന്റൻസ്, രണ്ട് ക്ലോസുകൾ വരുമ്പോൾ സിമ്പിൾ പാസ്റ്റിനേക്കാളും മുന്നേ പറയുന്ന ഒരു ക്ലോസ്, സിമ്പിൾ പാസ്റ്റ് ക്ലോസിനേക്കാളും മുമ്പേ പറയുന്ന ഒരു ക്ലോസ് പറയാനും ഈ പറയുന്ന പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. അതായത് പാസ്റ്റ് ഓഫ് പാസ്റ്റ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന്. It had rained from 3:30 a.m. to 4:30 a.m. today. അതായത് ഇന്ന് രാവിലെ 3 മണി മുതൽ 3:30 മുതൽ 4:30 വരെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഇറ്റ് ഹാഡ് റെയിൻഡ്. കണ്ടോ, ഹാഡ് റെയിൻഡ്, സബ്ജക്ട് ഇറ്റ്, ഹാഡ് പ്ലസ് V3. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ക്ലിയർ ആയല്ലോ? ഡു യു ഫോളോ മീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു.